സോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ECUവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഹൗസ് റെന്റ് അലവൻസ് ആണ്. ഹൗസ് റെന്റ് അലവൻസ് ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് HRA എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിലെ അലവൻസസിലെ വരുന്ന ഒരു പർട്ടിക്കുലർ അലവൻസ് ആണ് HRA എന്ന് പറയുന്നത്. ഈ HRAക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി ടാക്സബിൾ അല്ല. ഈ HRA എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, 10,000 ഒരു എംപ്ലോയിക്ക് HRA ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 6,000 ടാക്സബിളും 4,000 എക്സംപ്റ്റഡ് ആവും. എക്സംപ്റ്റഡ് എന്ന് പറയുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല ആ ഒരു 4,000 റുപ്പീസിന്. അപ്പോൾ എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു അലവൻസ് ആണ് HRA എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫൈഡ് ലിമിറ്റ്. അപ്പൊ ഫുള്ളി എക്സംപ്റ്റഡ് ആണോ? അല്ല. ഫുള്ളി ടാക്സബിൾ ആണോ? അല്ല. ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എന്താണ് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു അലവൻസ് ആണ് നമ്മുടെ HRA എന്ന് പറയുന്നത്. സോ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം ആയിട്ട് വരിക. അപ്പോൾ HRA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്ന അലവൻസ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. ആരാർക്കാ കൊടുക്കുന്നത്? എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്. എന്തിനാണ് ഈ ഒരു പർട്ടിക്കുലർ അലവൻസ് കൊടുക്കുന്നത്? ടു കവർ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ റെന്റഡ് അക്കോമഡേഷൻ. ഇഫ് സപ്പോസ് നമ്മുടെ എംപ്ലോയി താമസിക്കുന്നത് ഒരു റെന്റഡ് ഹൗസിലാണ്, റെന്റഡ് ഹൗസിൽ റെന്റ് കൊടുത്തിട്ടാണ് നമ്മുടെ എംപ്ലോയി താമസിക്കുന്നത് എങ്കിൽ ആ ഒരു റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസിനെ കവർ ചെയ്യാനായിട്ട് അയാൾ കൊടുക്കുന്ന അലവൻസ് ആണ് എന്ത് പറയുന്നത്? ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൗസ് റെന്റ് അലവൻസ് ഏത് കാറ്റഗറിയിൽ വരുന്നു? എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ ടാക്സബിൾ ആയിട്ടുള്ള പോർഷൻ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, സോ അതിന്റെ കണ്ടീഷൻസ് നമുക്കൊന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി എക്സംപ്റ്റ്. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് HRA ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സംപ്ഷൻ ലിമിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ടീഷനാണ്, 3 ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. ആ 3 ക്രൈറ്റീരിയയിൽ 3 എമൗണ്ട് നമുക്ക് കിട്ടും. ആ 3 ക്രൈറ്റീരിയ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 3 എമൗണ്ടുകൾ നമുക്ക് കിട്ടും. ആ 3 എമൗണ്ടുകളിൽ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്? എക്സംപ്ഷൻ ലിമിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ടാക്സ് അടയ്ക്കേണ്ടാത്ത ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ് ഫ്രം യുവർ എംപ്ലോയർ. എംപ്ലോയറുടെ കയ്യിൽ നിന്നും യഥാർത്ഥത്തിൽ അയാൾക്ക് എത്ര എമൗണ്ട് HRA കിട്ടി. ഓർ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇവിടെ ഞാൻ ഈ സാലറി ഒരു റെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ആക്ച്വലി എത്ര റെന്റ് കൊടുത്തിട്ടുണ്ട് മൈനസ് 10% ഓഫ് സാലറി. ഓർ 50% ഓഫ് ദ സാലറി ഫോർ മെട്രോ സിറ്റീസ്. ഇപ്പോ നമ്മൾ റെന്റഡ് ആയിട്ടൊരു ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. റെന്റഡ് ആയിട്ടുള്ള ഹൗസ് മെട്രോ സിറ്റീസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ സാലറിയുടെ 50% കൺസിഡർ ചെയ്യാം. ഈ മെട്രോ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതാ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഇതാണ് മെട്രോ സിറ്റീസ് ആയിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. എത്ര സിറ്റീസ് ഉണ്ട്? 4 എണ്ണം. ആ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് തരും ഇയാള് എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ഈ റെന്റഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി എവിടെയാണ് ഉള്ളത് എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്രൈറ്റീരിയ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 50% എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഓക്കെ, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഇപ്പൊ നമുക്ക് കാൺപൂർ, ലക്നൗ, അല്ലെങ്കിൽ കേരള, തമിഴ്നാട്, കോയമ്പത്തൂർ ഇങ്ങനെയൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കണം? 40% ഓഫ് ദ സാലറി ആണ് എടുക്കേണ്ടത്. അതിന് പറയുന്നവരാണ് നോൺ മെട്രോ സിറ്റീസ്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതില് സാലറി 10% ഓഫ് ദി സാലറി എന്ന് പറയണ്ടല്ലോ. അപ്പൊ ഈ സാലറി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡിബിൾ ആവും? അതിൽ നമ്മൾ ആ ഒരു HRA കാൽക്കുലേഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു സാലറി എന്ന് പറയുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിന്റെ കണ്ടൻസ് എന്ന് പറയുന്നത് BP പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ ഓർ ബേസിക് സാലറി. പിന്നെ DA. പക്ഷെ DAക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം DA പാർട്ട് ഓഫ് സാലറി ആണെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? BPയുടെ കൂടെ DA ആഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ വെറുതെ മിയർലി നമുക്ക് DA മാത്രം ഡിയർനെസ് അലവൻസ് മാത്രം തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല?
ഡി എ എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട മറ്റൊരു കോമ്പോണന്റ് ആണ് കമ്മീഷൻ. എന്താണ്? കമ്മീഷൻ. പക്ഷെ കമ്മീഷൻ എന്തുണ്ട്? കണ്ടീഷൻ ഉണ്ട്. ഇഫ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ദി ആനുവൽ ടേൺ ഓവർ, ആനുവൽ ടേൺ ഓവറിന്റെ ഫിക്സ്ഡ് പെർസെൻറ്റേജ്, ആനുവൽ ടേൺ ഓവർ ഒരു 20 lakhs ആണെന്ന് പറയുന്നു, അതിന്റെ 2% കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. മിയർലി വെറുതെ കമ്മീഷൻ 20,000 എന്നോ 10,000 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാനായിട്ട് പാടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഈ 3 കണ്ടീഷൻ ഓക്കെ ആണെന്ന് കരുതുന്നു. ആക്ച്വൽ HR റിസീവ്ഡ്, rent paid minus 10% of salary, 50% of salary for metro cities, 40% of salary for non-metro cities. Okay, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. റെസിഡന്റ് ഓഫ് രാംപൂർ എവിടെയാണ് താമസിക്കുന്നത്? രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത് മെട്രോ സിറ്റി ആണോ? അല്ല. ഓക്കെ, അത് നമ്മൾ അപ്പൊ തന്നെ സ്ട്രൈക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ശ്രീ വിമൽ, റെസിഡന്റ് ഓഫ് രാംപൂർ, ശ്രീ വിമൽ ഗെറ്റ്സ് 1,44,000 as salary. അപ്പൊ സാലറി ഇതാണ് BP. ഓക്കെ, BP ആൻഡ് 12,000 as ഡിയർനെസ് പേ. ഇതിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയതാണ്. DA തരികയാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ നോക്കണം. DA ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഈ പാർട്ട് ഓഫ് സാലറി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് ഡിയർനെസ് പേ, ഡിയർനെസ് പേ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? BPയുടെ കൂടെ DA പോലെ തന്നെയാണ്, DA DP ഓൾമോസ്റ്റ് സെയിം ആണ്. BPയുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? DP നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അവിടെ നമ്മൾ കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, BP പ്ലസ് DA ഓർ DP ആണ്. ഓക്കെ, DA കണ്ടീഷൻ ഉണ്ട്, DPക്ക് എന്തില്ല? കണ്ടീഷൻ ഇല്ല. DP നമ്മൾ എന്തായാലും എടുക്കണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിയർനെസ് പേ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ വെക്കാനായിട്ട് കാരണം. ഓക്കെ, ദെൻ DA ആയിട്ട് എത്ര കൊടുക്കുന്നത്? DP ആയിട്ട് എത്ര കൊടുക്കുന്നത്? 12,000. ദെൻ 6,000 ആസ് ഡിയർനെസ് അലവൻസ്. കണ്ടോ, ഡിയർനെസ് അലവൻസ് വേറെയും കൊടുക്കുന്നുണ്ട്, ഡിയർനെസ് അലവൻസ് വേറെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പാർട്ട് ഓഫ് സാലറി ആണെന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് 10,000 പെർ ആനം ആസ് ഫിക്സ്ഡ് കമ്മീഷൻ. ഫിക്സ്ഡ് കമ്മീഷൻ അതൊക്കെ നമ്മളെ ഒന്ന് തെറ്റിക്കാനായിട്ട് ക്രൂക്കഡ് ആയിട്ട് അവർ തരുന്ന ഒരു പോയിന്റ് ആണ്. ഫിക്സ്ഡ് കമ്മീഷൻ എന്ന് പറയുന്നതിലൂടെ ആനുവൽ ടേൺ ഓവറിന്റെ സർട്ടൻ പെർസെന്റേജ് ആണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആനുവൽ ടേൺ ഓവറിന്റെ സർട്ടൻ പെർസെന്റേജ് ആണെന്ന് മെൻഷൻ ചെയ്തില്ല. അങ്ങനെ പറയാത്ത പക്ഷം നമ്മൾ ആ കമ്മീഷൻ HRA കാൽക്കുലേഷനിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഹി റിസീവ്ഡ് 30,000 ആസ് ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് എത്ര കിട്ടി? 30,000. ദാറ്റ് ഈസ് ദ ആക്ച്വൽ HRA റിസീവ്ഡ്. ദെൻ ഹി പെയ്ഡ് 36,000 ആസ് റെന്റ്. അയാൾ എത്ര റെന്റ് ആയിട്ട് കൊടുത്തു? 36,000 കൊടുത്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കമ്പ്യൂട്ട് ഹൗസ് റെന്റ് അലവൻസ് എക്സെപ്റ്റ് ഫ്രം ടാക്സ്. എന്നിട്ട് ഹൗസ് റെന്റ് അലവൻസ് ടാക്സിൽ നിന്നും എക്സെപ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ കാൽക്കുലേഷനിലോട്ട് പോകുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിങ് എഴുതി വെക്കുക. അത് മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ സെമസ്റ്റർ എക്സാം എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? ഹെഡിങ് എഴുതി വെക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സെപ്റ്റഡ് HRA, എക്സെപ്റ്റഡ് എമൗണ്ട് ഓഫ് HRA ഫോർ ദ അസസ്മെന്റ് ഇയർ ഏതാണ്? 24-25. അത് നമ്മൾ ഇതിലോട്ട് പോകുന്ന സമയത്ത് സാലറി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് വലിയ മിസ്റ്റേക്സ് വരില്ല. സാലറി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൽ സാലറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരിക്കും? BP വരും, ഓഫ് കോഴ്സ് BP വരും. ഇതാ 1,44,000. ഇത് പെർ മന്ത് ഡാറ്റയാണോ? അല്ല, ആനുവൽ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. പെർ മന്ത് എന്നവിടെ പറഞ്ഞിട്ടില്ല. പെർ മന്ത് എന്നവിടെ പറയാത്ത പക്ഷം ഇതെന്താണ്? പെർ ആനം ഡാറ്റയാണ്. അതായത് ഒരു വർഷത്തിൽ ഇയാൾക്ക് കിട്ടുന്ന BP ആണ്. സോ BP ഓർ സാലറി ഓർ BP പ്ലസ്, കണ്ടോ DP ഇതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. DA ആഡ് ചെയ്യണോ? DA ആഡ് ചെയ്യണോ? വേണ്ട, DA ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്മീഷൻ ആഡ് ചെയ്യണോ? വേണ്ട. എന്തുകൊണ്ട്? ഇഫ് പാർട്ട് ഓഫ് സാലറി അല്ല DA, കമ്മീഷൻ ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് ആനുവൽ ടേൺ ഓവർ അല്ല. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്നതാണ് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് HRA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് ഈ 1,56,000 ആണ്. സോ നമുക്ക് ഇനിയിപ്പോ എക്സെപ്റ്റഡ് HRA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പിലോട്ട് പോകാം. എക്സെപ്റ്റ് HRA, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആയിരിക്കും എക്സെപ്റ്റഡ് HRA ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആക്ച്വൽ HRA റിസീവ്ഡ് ബൈ ദി എംപ്ലോയി. ആസ് പെർ ദ ക്വസ്റ്റ്യൻ അയാൾക്ക് കിട്ടിയിട്ടുള്ള HRA എത്രയാണ്? 30,000 rupees. ദെൻ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇയാൾ എത്ര റെന്റ് കൊടുത്തു? 36,000 കൊടുത്തു അല്ലെ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
മൈനസ് 10% ഓഫ് സാലറി. ഇതാണ് സാലറി എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് ഇതാണ് സാലറി. ഓക്കെ, അപ്പൊ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് 36,000 മൈനസ് ഇതിന്റെ 10% എത്രയായിരിക്കും? അതിന്റെ 10% ഇതാ, ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 15,600 ഇതല്ലേ. അപ്പൊ ഇതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? ഇതാ ഈ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, 36,000 മൈനസ് 15,600 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് കിട്ടും. ദെൻ 40% ഓഫ് സാലറി. സാലറിയുടെ 40% എങ്ങനെ കാണാം? 1,56,000 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 62,400 എന്ന എമൗണ്ട് കിട്ടും. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ 3 എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് അതിലെ ലീസ്റ്റ് എമൗണ്ട് അല്ലേ? 30,000, 20,400, 62,400. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് വന്നിട്ട് ഇതാണ്. അതാണ് എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത്. ഓക്കെ, എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആക്ച്വലി കിട്ടിയ HR എത്രയാ? അയാൾക്ക് കിട്ടിയ HRA എത്രയാ? 30,000 അല്ലെ? 30,000 അല്ലെ അയാൾക്ക് കിട്ടിയ HRA. അതിൽ നിന്ന് എക്സംപ്റ്റഡ് HRA കുറയ്ക്കുമ്പോൾ, റിസീവ്ഡ് HRAയിൽ നിന്ന് എക്സംപ്റ്റഡ് HRA കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ടാക്സബിൾ HRA കിട്ടുന്നു. എന്താ കിട്ടുന്നത്? ടാക്സബിൾ HRA. ആണ് കേട്ടോ. ഓക്കെ, ടാക്സബിൾ HRA കിട്ടുന്നു. അത് എത്രയായിരിക്കും? 30,000 മൈനസ് 20,400 സോറി 30,000 മൈനസ് 24,000 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6,000 എന്ന് കിട്ടും. അപ്പൊ അയാൾക്ക് ആക്ച്വലി 30,000 റുപ്പീസ് HRA കിട്ടിക്കഴിഞ്ഞാലും 24,000 എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ദ എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. ഈ ഒരു ലിമിറ്റ് വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. റിമൈനിങ് 6,000 എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഇനി നമുക്ക് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതില് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, 40% എടുക്കാൻ കാരണം എന്താ? ഇയാൾ റിസൈഡ് ചെയ്യുന്നത് രാംപൂർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യോഗേഷ് ഈസ് എംപ്ലോയിഡ് അറ്റ് അമൃത്സർ. മെട്രോപൊളിറ്റൻ സിറ്റി ആണോ? അല്ല. ഓൺ എ സാലറി ഓഫ് 24,000 പെർ മന്ത്. അപ്പൊ മന്ത്ലി ഡാറ്റയല്ലേ തന്നിട്ടുള്ളത്. ഓക്കെ, 24,000 പെർ മന്ത്. ദ എംപ്ലോയർ ഈസ് പേയിങ് HRA ഓഫ് 2,800 പെർ മന്ത്. HRA എത്ര കിട്ടുന്നത്? 2,800 പെർ മന്ത്. ബട്ട് ദ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ഹിം ഈസ് 4,000 പെർ മന്ത്. അയാൾ കൊടുക്കുന്ന റെന്റ് എത്രയാ? 4,000 പെർ മന്ത്. ഹി ഈസ് ആൾസോ ഗെറ്റിംഗ് 2% commission on turnover achieved by him. The turnover is 12 lakh. So ഇതിൽ DA ഉണ്ടോ? ഇല്ല. കമ്മീഷൻ ഉണ്ടോ? ഉണ്ട്. എടുക്കണമോ? അതെ, കമ്മീഷൻ എടുക്കണം. നമ്മൾ സാലറി എന്ന് പറയുന്ന ഒരു കോമ്പോണന്റിലോട്ട്, സാലറി എന്ന് പറയുന്നതിലോട്ട്, കോൺസെപ്റ്റിലോട്ട് കമ്മീഷൻ ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കണോ? എടുക്കണം. ബിക്കോസ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണ്. ആനുവൽ ടേൺ ഓവറോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കമ്മീഷൻ എടുക്കണം. പക്ഷെ നമ്മൾ എത്ര എടുക്കേണ്ട കമ്മീഷൻ? 2% ഓഫ് ദി 12 lakh. നമുക്കതൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. 12 lakhന്റെ 2% ഇൻറ്റു 2/100 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ 2% ഓഫ് ദ കമ്മീഷൻ കിട്ടും അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24,000 എന്ന് കിട്ടും. 24,000 ആണ് അപ്പോൾ ഒരു വർഷം അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ. ഇത് ഒരു വർഷത്തെ ഡാറ്റയാണ് 24,000 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ HRA കാൽക്കുലേഷൻ, എക്സംപ്റ്റഡ് HRA, ടാക്സബിൾ HRA ഇതിൽ നമ്മളോട് ടാക്സബിൾ ഗ്രോസ് സാലറിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഗ്രോസ് സാലറി. അപ്പൊ ഗ്രോസ് സാലറി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരെയാണ് ആവശ്യം? ടാക്സബിൾ HRA ആണ് ആവശ്യം. അപ്പോൾ ടാക്സബിൾ HRA കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? എക്സംപ്റ്റഡ് HRAനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രൈറ്റീരിയയിലോട്ട് പോകുന്നു. ആദ്യം എമൗണ്ട് റിസീവ്ഡ് ആസ് HRA ആയിട്ട് ഇയാൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 2,800 പെർ മന്ത്. ഓക്കെ, അപ്പൊ 2,800 ഇൻറ്റു 12. അപ്പോൾ ഒരു വർഷം അയാൾക്ക് കിട്ടുന്ന HRA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. സാലറി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. 24,000 ആണ് പെർ മന്ത്. അപ്പൊ ഒരു വർഷം കിട്ടുന്ന സാലറി എത്രയായിരിക്കും? 24,000 ഇൻറ്റു 12. അപ്പൊ എത്ര വരിക? 24 എത്ര വരിക? സാലറി 2,88,000 വരും. ഓക്കെ, 24,000 ഇൻറ്റു 12 വന്നിട്ട് 2,88,000 വരും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? കമ്മീഷൻ ആഡ് ചെയ്യണം. കമ്മീഷൻ ആഡ് ചെയ്യണ്ടേ?
കാരണം ഇവിടെ കമ്മീഷൻ എന്താണ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ആനുവൽ ടേൺ ഓവർ ആണ്. സോ 24,000 നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും സാലറി? 3,12,000 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ 10% ആണ് നമ്മൾ കാണേണ്ടത്. ഇൻറ്റു 10/100 അതുകൊണ്ട് എത്ര കിട്ടും? 31,200 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് 10% കണ്ടു കഴിഞ്ഞാൽ 31,200. ഇതാണ് 10% ഓഫ് എന്ത് സാലറി. ഓക്കെ, സോ റെന്റ് പെയ്ഡ് വന്നിട്ട് എത്രയാണ്? 4,000 പെർ മന്ത്. അപ്പോൾ 4,000 ഇൻറ്റു 12 എത്ര വരും? 48,000. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി നമുക്ക് എത്ര കിട്ടിയ എമൗണ്ട്? 16,800. ദെൻ 40% ഓഫ് ദി സാലറി, ഇതിന്റെ 40%, അതായത് 3,12,000ന്റെ 40%. അത് എത്ര വരിക? 1,24,800. അപ്പൊ നമുക്കിവിടെ 3 എമൗണ്ട് കിട്ടിയിരിക്കുകയാണ് അല്ലെ? 3 എമൗണ്ട് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതല്ലേ ലീസ്റ്റ് എമൗണ്ട് വരുന്നത്? അതല്ലേ ലീസ്റ്റ് എമൗണ്ട് വരുന്നത് അല്ലെ? ലീസ്റ്റ് എമൗണ്ട് വന്നിട്ട് 16,800 rupees ആണ്. അപ്പൊ അതാണ് നമ്മുടെ എന്ത് എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 16,200 ആണ് എക്സംപ്റ്റഡ് HRA. അപ്പൊ ടാക്സബിൾ HRA ആണ് നമുക്ക് ഗ്രോസ് സാലറിയിലോട്ട് ആവശ്യമുള്ളത്. ടാക്സബിൾ HRA അത് വന്നിട്ട് എത്രയായിരിക്കും? നമുക്ക് ആക്ച്വലി കിട്ടുന്ന HRA 33,600 മൈനസ് 16,800 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ HRA. അത് വന്നിട്ട് 16,800 തന്നെയായിരിക്കും. ഇത് രണ്ടും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 16,800 എന്ന് കിട്ടും. ഇതാണ് ടാക്സബിൾ HRA. ഇതാണ് നമ്മൾ ഗ്രോസ് സാലറിയിലോട്ട് എഴുതേണ്ടത്. അപ്പോൾ ഗ്രോസ് സാലറി കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ഹെഡിങ് എഴുതി വെക്കുന്നു, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25, എന്നിട്ട് പാർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം വരയ്ക്കുന്നു, എന്നിട്ട് സാലറി എത്രയാ? 24,000 ഇൻറ്റു 12 അല്ലെ? 24,000 അല്ലേ ഇയാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്? 24,000 ഇൻറ്റു 12 ആദ്യം ഇവിടെ എഴുതി വെച്ചു. ദെൻ കമ്മീഷൻ ഓൺ ടേൺ ഓവർ എത്രയാണ് കിട്ടുന്നത്? 24,000. HRA ടാക്സബിൾ HRA അല്ലെ? ടാക്സബിൾ HRA ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ടോട്ടലി ഗ്രോസ് സാലറി എത്ര ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഓക്കെ ആണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.